കോഴിക്കോട് നഗരത്തിൽ ലഹരി പരിശോധന ശക്തമാക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ 24-നോട്. മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടി ത്വരിതപ്പെടുത്തും. കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് നഗരത്തിൽ നിന്ന് മാത്രം പിടികൂടിയത് 135 കിലോ കഞ്ചാവെന്നും DCP അരുൺ കെ പവിത്രൻ. 2025 വർഷത്തിൽ മാത്രമായിട്ട് ഏകദേശം 135ഓളം കിലോ കഞ്ചാവ്, 4 കിലോളം MDMA, 1 കിലോളം ഹാഷിഷ് ഓയിൽ, 200ഓളം LSD സ്റ്റാമ്പുകൾ, അങ്ങനെ അത്രത്തോളം ഡിറ്റക്ഷൻസ് നമ്മുടെ കോഴിക്കോട് സിറ്റി ലിമിറ്റിലുണ്ടായി. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വർഷവും ഡാൻസ് ഓഫ് ടീം വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ സ്വത്തുകൾ ഫ്രീസ് ചെയ്തിട്ടുള്ളതുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സമീർ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിക്കൊണ്ട് കോഴിക്കോട് നഗരത്തിൽ ഉയർന്ന അളവിലാണ് ലഹരി മരുന്ന് പിടികൂടുന്നത്. MDMA ആയും കഞ്ചാവുമായിക്കൊണ്ടും പിടികൂടിക്കൊണ്ടിരിക്കുന്നു. 2 ആഴ്ചക്കിടയിൽ മാത്രമാണ് 1 കിലോയോളം MDMA പിടികൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പിടികൂടിയത് 135 കിലോ കഞ്ചാവും, അതുപോലെ തന്നെ 4 കിലോയോളം MDMAയും, അതുപോലെ ഹാഷിഷ് ഓയില്, 200 LSD സ്റ്റാമ്പ് തുടങ്ങി കോടികൾ വിലമതിക്കുന്ന MDMAയും അതുപോലെ തന്നെ മയക്കുമരുന്നുകളുമാണ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇങ്ങനെ പരിശോധന ശക്തമാക്കുന്നതിനിടയിലാണ് ഡാൻസ് ഓഫ് സംഘത്തിന് നേരെ വധഭീഷണി ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്കും പോലീസ് നീങ്ങുകയാണ്. ആവശ്യമായിട്ടുള്ള ഇടങ്ങളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും, അതുപോലെ ഡാൻസ് ഓഫ് സംഘം അവർ മഫ്തിയിലാണ് പരിശോധനയ്ക്കെത്തുക. അവർക്കെതിരെ ഏതെങ്കിലും അക്രമ സാധ്യതയുണ്ട് എങ്കിൽ, അത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. അതുപോലെ തന്നെ ആവശ്യമായ ഇടങ്ങളിൽ ഈ പ്രതികളെന്ന് സംശയിക്കുന്ന, അതുപോലെ ഇത്തരം ഭീഷണി ഉയർത്തുന്നവരെ കരുതൽ തടങ്കിലാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മയക്കുമരുന്നിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സന്ദേശം അത് പൊതുസമൂഹത്തിന് നൽകുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് NDPS കേസുകളിൽ പെടുന്ന ളുടെ സ്വത്തുവകകൾ കണ്ടെത്താനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടുത്തിടെയായിക്കൊണ്ട് 13 പേരുടെ ബൈക്കുകൾ, അതുപോലെ വീട്, മറ്റ് സ്ഥലം, ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പോലീസ് മരവിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകും എന്നുകൂടിയാണ് DCP വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നഗരത്തെ ലഹരി മുക്തമാക്കുക എന്നുള്ള വലിയൊരു ദൗത്യമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.